അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പറയാൻ പോകുന്ന യോഗ്യതയുള്ള വനിതകൾക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും സാധിക്കത്തില്ല, വനിതകൾക്കാണ്. അതും ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. പരമാവധി യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലാണ് ട്രിവാൻഡ്രത്തേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം. പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 31/12/2022 കസ്റ്റഡിയിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1/2/2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 730/2022 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട മെത്തേഡും കൂടി പറയാം. കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അതർ ഡീറ്റെയിൽസ് നോക്കാം. ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്കാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. നെയിം ഓഫ് പോസ്റ്റ് ഹൗസ് കീപ്പർ തസ്തികയാണ്. ഫീമെയിൽസിന് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി പറഞ്ഞിട്ടുള്ളത് ഏകദേശം 23,700 മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് സാലറി ലഭിക്കും ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക്. അതുപോലെ തന്നെ പരമാവധി 52,600 വരെയൊക്കെ സാലറി ലഭിക്കുന്നതായിരിക്കും. ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് നോക്കുകയാണെങ്കിൽ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. തിരുവനന്തപുരമാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വേക്കൻസിൻ്റെ കാര്യം നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. പല സ്ഥലങ്ങളിലും ഇപ്പോൾ IRBൻ്റെ ആയാലും മറ്റ് പല റിക്രൂട്ട്മെൻറ്റുകളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. പുരുഷന്മാർക്ക് അത് മനസ്സിലായി കാണും. ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ കുറഞ്ഞ വേക്കൻസിയിൽ വിളിക്കും, പക്ഷേ പിന്നീട് അതിൻ്റെ വേക്കൻസി ക്രമാതീതമായിട്ട് അധികരിക്കും. അതുകൊണ്ട് വേക്കൻസി നോക്കിയിട്ട് കേരള PSCൻ്റെ ഒരു നോട്ടിഫിക്കേഷനും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, യോഗ്യതയുണ്ട്, തീർച്ചയായിട്ടും അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചിരിക്കുക. കേരള PSC ആണ്, അതുകൊണ്ട് വേക്കൻസി നോക്കാതെ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ്. ട്രിവാൻഡ്രത്തുള്ള വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, പക്ഷേ ഒരു ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്തുള്ള വനിതകൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്രായപരിധി നോക്കുകയാണെങ്കിൽ 35 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1976 1/1/1987 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാം. ബോത്ത് ദി ഡേറ്റ് ആൻഡ് ഇൻക്ലൂഡഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റിലോ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട്. ഇനി ഈ തസ്തികക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ 8ാം ക്ലാസ് പാസ്സാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആസ് ഫീമെയിൽ ഹൗസ് കീപ്പർ ഓർ ഫീമെയിൽ അസിസ്റ്റന്റ് ഹൗസ് കീപ്പർ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നോളജ് ഓഫ് അക്കൗണ്ട്സ് ഉള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഡിസേബിൾ ആണ്. ഇതൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പ്രധാന ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 8ാം ക്ലാസ് വിജയം മാത്രം മതി. ഇത് രണ്ടും ഡിസേബിൾ ആണ്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 8ാം ക്ലാസ് യോഗ്യതയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാനും സാധ്യതയില്ല. അക്കൗണ്ട് നോളജും കാര്യങ്ങളൊക്കെ വളരെ കുറവാകാനും സാധ്യതയുണ്ട്. അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള കണക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യലായിരിക്കും. 8ാം ക്ലാസ് ആണ് ഈ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ നിങ്ങൾ ഓർത്ത് ഭയപ്പെടേണ്ട. എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാം. 8ാം ക്ലാസ് മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ ശമ്പളം നോക്കുകയാണെങ്കിൽ ഒരു 8ാം ക്ലാസ് ശമ്പളം അല്ല പറയുന്നത്. 52,600 വരെയൊക്കെ സാലറി ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യോഗ്യതയുള്ള താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. പരമാവധി യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിച്ചിരിക്കുക.